എല്ലാവർക്കും നമസ്കാരം. യോദ്ധാവായ അർജുനൻ ഒരു പ്രവചനം നടത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ യുദ്ധം കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അത് ഒന്നോ രണ്ടോ തലമുറയിൽ തീരില്ല, അത് തലമുറകളോളം നീണ്ടു നിൽക്കുമെന്നാണ്. പക്ഷേ എന്താണ് അദ്ദേഹം കണ്ടത്? നമ്മൾ കാണാത്ത എന്തോ ഒന്ന് അദ്ദേഹം കാണുന്നുണ്ട്, അല്ലേ? ശരി, നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. യുദ്ധം എന്ന ഒരൊറ്റ പ്രവൃത്തി ഒരു സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് യുദ്ധകളത്തിൽ നിൽക്കുന്ന അർജുനനെയാണ്. ഈ നിമിഷം വരെ അദ്ദേഹം ഈ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞതിന് പിന്നിൽ കുറെ വ്യക്തിപരമായ കാരണങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? സ്വന്തം ദുഃഖം, ബന്ധുക്കളെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന വിഷമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതി മൊത്തത്തിൽ മാറുകയാണ്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം നിർത്തുന്നു. എന്നിട്ട് ഈ യുദ്ധം കാരണം ഒരു സമൂഹത്തിന് മൊത്തത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങുകയാണ്. ആളുകളെ കൊല്ലുന്നതിലെ വിഷമത്തിൽ നിന്ന് സമൂഹത്തിന്റെ തകർച്ച എന്ന വലിയൊരു ചിത്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറുന്നു. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഈ വാദത്തിലെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഇത് ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്. ആദ്യത്തെ കട്ട വീണുന്നത് എവിടെയാണെന്ന് നോക്കാം. ഒരൊറ്റ ആശയത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഈ കുലക്ഷയം? ആളുകൾ മരിക്കുന്നത് മാത്രമല്ല അർജുനന്റെ പേടി, അതിനേക്കാൾ ഉപരി കുടുംബം എന്ന ആ ഒരു സാമൂഹിക സ്ഥാപനം തന്നെ തകർന്നു പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്, അല്ലേ? അതാണ് ഇല്ലാതാകാൻ പോകുന്നത്. അപ്പോ ഈ ഒരു തുടക്കത്തിൽ നിന്ന് അർജുനൻ ഒരു 4 സ്റ്റെപ്പുള്ള ഒരു ദുരന്ത പരമ്പര തന്നെ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ഓരോ സ്റ്റെപ്പും അടുത്തതിലേക്ക് നയിക്കുന്നു. അത് ഒഴിവാക്കാനേ പറ്റില്ല. ഒന്നിനു പുറകെ ഒന്നായി എല്ലാം തകരുന്ന ഒരു കാഴ്ച. അതായത് കുടുംബം തകരുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ആ കുടുംബം തലമുറകളായി കാത്തു സൂക്ഷിച്ച പാരമ്പര്യങ്ങൾ അഥവാ കുലധർമാഹ എന്നേക്കുമായി നഷ്ടപ്പെടും. ഈ കുലധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് ആചാരങ്ങൾ മാത്രമല്ല, അത് തലമുറകളായി കൈമാറി വന്ന മൂല്യങ്ങളാണ്, ധാർമ്മിക നിയമങ്ങളാണ്, ജീവിത രീതികളാണ്. ഇവിടെ വളരെ രസകരമായൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, സനാതനഹ. അതിന്റെ അർത്ഥം ശാശ്വതമായത് എന്നാണ്. അതായത് ഈ പാരമ്പര്യങ്ങളൊന്നും മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളല്ല, മറിച്ച് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അറിവുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു, പിന്നെ അതൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോ അർജുനൻ പറയുന്ന ആ 4 സ്റ്റെപ്പുകളുള്ള തകർച്ചയുടെ ഒരു സംഗ്രഹം ഇതാണ്. ഒന്നാമതായി, യുദ്ധം കുടുംബത്തെ നശിപ്പിക്കുന്നു. രണ്ടാമത്, കുടുംബം ഇല്ലാതാകുമ്പോൾ അവരുടെ ശാശ്വതമായ പാരമ്പര്യങ്ങൾ അഥവാ കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. മൂന്നാമത്, ഈ പാരമ്പര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ധർമ്മം തന്നെ തകരുന്നു. അവസാനമായി, ധർമ്മം പോയ ആ ശൂന്യതയിലേക്ക് അധർമ്മം, അതായത് തിന്മ, ഇരച്ചു കയറുന്നു. അത് ആ കുടുംബത്തെ മുഴുവൻ വിഴുങ്ങുന്നു. ഈ ഒരു പോയിന്റിലാണ് അർജുനന്റെ വാദം അതിന്റെ ഭീകരമായ ഒരു തലത്തിലേക്ക് കടക്കുന്നത്. ധർമ്മവും അധർമ്മവും, അതായത് നന്മയും തിന്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇതിനെ കാണുന്നത് ഒരു സീറോ സം ഗെയിം പോലെയാണ്. ധർമ്മം, അതായത് പ്രപഞ്ചത്തിന്റെ ശരിയായ ക്രമം, അത് നിലനിൽക്കുന്നത് കുടുംബ പാരമ്പര്യങ്ങളിലൂടെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എപ്പോഴാണോ അത് നശിക്കുന്നത്, ആ നിമിഷം തന്നെ അതിന്റെ വിപരീതമായ അധർമ്മം, അതായത് തിന്മയും അരാജകത്വവും ആ ശൂന്യതയിലേക്ക് ഇരച്ചു കയറും. ഒന്നില്ലാതാകുന്നത് മറ്റൊന്നിന്റെ പൂർണ്ണമായ ആധിപത്യത്തിന് വഴിവെക്കും. അങ്ങനെ നമ്മൾ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസത്തിലേക്ക് എത്തുകയാണ്. എന്താണ് അവർ നേടാൻ ശ്രമിക്കുന്നത്? ധാർമ്മികമായ ഒരു രാജ്യം. പക്ഷെ അത് നേടാനായി അവർ ഉപയോഗിക്കുന്ന മാർഗം, അതായത് ഈ യുദ്ധം, ആ ധർമ്മത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവർ ജയിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുകയാണ്. ജയം ഒരു വലിയ തോൽവിയായി മാറുന്നു. ശരി, ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ? ഈ പുരാതനമായ ഒരു ശ്ലോകത്തിന് ഇന്നത്തെ ലോകത്ത് എന്താണ് പ്രസക്തി? എന്തുകൊണ്ടാണിത് ഇപ്പോഴും നമ്മളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും തലമുറകളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് പാരമ്പര്യങ്ങൾ. അതെത്രത്തോളം ദുർബലമാണെന്നും ഇത് കാണിച്ചു തരുന്നു. നാശമെന്നത് കെട്ടിടങ്ങൾ തകരുന്നത് മാത്രമല്ല, അത് സാംസ്കാരികവും ആത്മീയവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെ നന്മയില്ലാതാകുന്നോ അവിടെ തിന്മ വരും.
ഏറ്റവും പ്രധാനമായി നമ്മുടെ തലമുറയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ വരും തലമുറകളെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ശ്ലോകം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തികൾ എന്തിനെയൊക്കെയാണ് നശിപ്പിക്കുന്നത്? ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, കാണാൻ സാധിക്കാത്ത പാരമ്പര്യങ്ങളെ, മൂല്യങ്ങളെ, ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തന്നെയും ഒരുപക്ഷെ അത് നശിപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ പ്രവർത്തികളുടെ യഥാർത്ഥ വില എന്താണെന്ന് നമ്മൾ സ്വയം ചോദിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.